ഗൈസ് വെൽക്കം വണക്കം. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാവിധ ഭാവങ്ങളും ആദ്യം തന്നെ നേരുന്നു. പിന്നെ ഇന്നത്തെ ലൈവ്, ഇന്നത്തെ ലോഞ്ച് ഇതെല്ലാം കണ്ടു ഗംഭീരം, ഒരു സംശയം വേണ്ട. തുടക്കത്തിൽ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ മൊത്തത്തിലുള്ള ഒരു ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ എപ്പോഴും അതങ്ങനെ തന്നെയാണല്ലോ. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് വീട് അതിഗംഭീരം, ഒന്നും പറയാനില്ല. ഇനി ഇവർ എന്ത് ചെയ്യുമെന്നുള്ള കാര്യമാണ്. എന്നാൽ തുടക്കത്തിൽ തന്നെ എനിക്ക് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതായത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സുഖം നിങ്ങൾക്ക് തോന്നിയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് എല്ലാ കണ്ടസ്റ്റൻസും അടിപൊളിയാണ് കേട്ടോ, ആരെയും ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. എല്ലാം സെറ്റാവട്ടെ, പറയാം, പിന്നാലെ പറയാം ഓരോരുത്തരെയും. എന്നാൽ എന്തൊരു ക്രിഞ്ചാണ്, നെഞ്ചിയിലെ ക്രിഞ്ചാണ്, എന്തൊരു ക്രിഞ്ചാണ് ശൈത്യ സന്തോഷ്. എൻ്റെ ദൈവം, എനിക്ക് വേറൊന്നുമല്ല, ഈ ലാലേട്ടൻ ഫ്രണ്ടിൽ വരുന്നു. പണ്ടൊരിക്കൽ അതാരാണ് ഓർമ്മയില്ല, നെഞ്ചിനകത്ത് പാട് പാട് നെഞ്ചി വിരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചതുപോലെ സാനിയ അയ്യപ്പൻ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ അത് കണ്ടപ്പോൾ ലിറ്ററലി ഞാൻ ഇങ്ങനെ മുഖം മാറ്റിപ്പോയി. എന്തോ പാടത്ത്. അതോടൊപ്പം തന്നെ എന്ത് ക്രിഞ്ച് ഡയലോഗ് സംഭവം. അത് മാത്രമല്ല, പിന്നെ ബേബിയുടെ ക്രിഞ്ച് പറയാതിരിക്കുന്ന വൃത്തിയില്ല. ബേബിയുടെ ക്രിഞ്ച് എന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും അവരുടെ വീട്ടിൽ മറ്റേത് കിട്ടുന്നുണ്ട്, എന്തോ ലെറ്റർ വന്നു എന്ന് പറഞ്ഞിട്ട് കരയുന്നത്, പൊട്ടിക്കരയുന്നത്, കെട്ടിപ്പിടിക്കുന്നത് എല്ലായിടത്തും. ഇത് എന്തായിരുന്നാലും ഇത്രയും വലിയൊരു ഷോ ഇല്ലേ, ഇത്രയും വലിയൊരു ഷോ, ആ ഷോയുടെ അവർക്ക് ആ ഒരു സംഭവം കിട്ടുന്നതിന് ക്യാമറ വെച്ച് ആ ഒരു ക്യാമറ ആംഗിൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ആർട്ടിഫിഷ്യാലിറ്റി പച്ചയ്ക്ക് തന്നെ എടുത്ത് കാണിച്ചിട്ട് അത് എന്തൊക്കെ തരത്തിൽ ചെയ്യാമായിരുന്നു. ഇത്രത്തോളം അതിനൊരു ടെക്നിക്കൽ സ്കില്ലുള്ളതും ആർട്ട് സ്കില്ലുള്ളതും ഒക്കെ ഉള്ള ആൾക്കാർ അതിനകത്ത് ഇല്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്തൊരു ക്രിഞ്ച്. എന്താണ് ഈ പറഞ്ഞ സംഭവങ്ങൾ? ആൾക്കാരുടെ കയ്യിൽ ആ ഒരു സംഭവം ബിഗ് ബോസ് ലാലേട്ടൻ്റെ നിന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സാധനം ക്രിഞ്ച്, വെരി ക്രിഞ്ച്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണം. ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സാധനങ്ങൾ ഓരോന്നൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ഞാൻ മറ്റേ ഇടയ്ക്ക് ബിഗ് ബോസിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ ബിഗ് ബോസ് എന്ത് പറ്റി, ബിഗ് ബോസ് ജലദോഷമാണോ എന്ന്. പിന്നെ ഷോ തുടങ്ങിയപ്പോൾ നമ്മുടെ ഹൗസിലേക്ക് വന്നപ്പോൾ അത് മാറിയപ്പോൾ സന്തോഷം, രഘു രാജേട്ടൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം ഓരോ കണ്ടസ്റ്റൻസിൻ്റെ. നമുക്ക് ഇപ്പം ഈ ഒരു ദിവസങ്ങളിലൊന്നും ഒരു കണ്ടസ്റ്റൻറ്റിനെയും വിലയിരുത്താൻ പറ്റത്തില്ല. എല്ലാവരും ഓവർ കോൺഫിഡൻസും മുൻകാലത്തെ സീസണിൻ്റെ സെറ്റപ്പൊക്കെ നോക്കിയിട്ടും, പിന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന രേണു സുധിയൊക്കെ അവിടെ കയറിയിട്ടുണ്ട്. സുധിച്ചേട്ടാ ഞാനെത്തി എന്ന് പറഞ്ഞ് രേണു സുധി എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. രേണു സുധി ഒരു ഗെയിമറായിട്ടല്ലേ പോയിരിക്കുന്നത്, ബാക്കി നമുക്ക് നോക്കാം. ഒന്നാമത് എത്തിയത് അനീഷ് എന്നവളാണ്. അവള് കട്ട എന്താ പറയുക, ഇത് ഒരു ഈഗോ എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഹെവി ഹെവി വെയിറ്റ് ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് ഒരു നിൽക്കുന്ന ആള്. ജാട അല്ല, ആള് കുറേ അധികം കാര്യങ്ങൾ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലേക്കാണ് വന്നേക്കുന്നത്. ആളൊരു ഗവൺമെൻറ് എംപ്ലോയി എന്തോ ആണ്, അദ്ദേഹം ലീവ് എടുത്തിട്ട് എന്തോ ആണ് അദ്ദേഹം അവിടെ വന്നേക്കുന്നത്. പിന്നെ ഡിവോഴ്സ് അങ്ങനെ എന്തോ ആണ്. പിന്നെ സ്ത്രീകൾ കാരണം പുരുഷന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും സമൂഹത്തിൻ്റെ അകത്ത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അദ്ദേഹത്തിന് എന്തൊക്കെയോ സംസാരിക്കണം സമൂഹത്തിലേക്ക് എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന മറ്റ് സ്ത്രീകളോടുള്ള ആർഗ്യുമെൻറ്റിൻ്റെ ലെവൽ കോമണറായിട്ടാണ് അദ്ദേഹം വന്നേക്കുന്നത്. ആർഗ്യുമെൻറ്റിൻ്റെ ഒരു ഏരിയ, ആ ഒരു സംഭവം, അവിടെ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഒരു സ്റ്റാൻസ് അവിടെ ഉണ്ട്. ഇനി തുടക്കത്തിൽ ആദ്യത്തെ ദിവസം ഇപ്പം തന്നെ പുള്ളിക്കാരൻ വന്നിട്ട് എല്ലാവരോടും അങ്ങോട്ട് എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്ന് വെച്ചാൽ ഇന്ന് തന്നെ ആളെ കുറ്റം പറയുന്നതെന്ന് വിചാരിക്കേണ്ട. പിന്നെ ഒരു ആര്യൻ വന്നല്ലോ. ആര്യനെ കണ്ടപ്പോൾ അക്ബർ ഖാൻ പറഞ്ഞത് എന്തൊരു സുന്ദരനാടോ നീന്ന്. ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ ഇദ്ദേഹമാണെങ്കിൽ എനിക്കറിയില്ല. ഓക്കെ, ചിലപ്പോൾ നമുക്ക് നോക്കാം. എങ്കിലും ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുമ്പോഴും ഒരു ബി ഹൗസ് എന്നുള്ള രീതിയിൽ പുള്ളി അപ്പോഴേ കളി തുടങ്ങിയത്. വേറെ കാര്യം, മാനസികമായിട്ട് ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരമൊക്കെയാണ്. അപ്പം അങ്ങനെ പുള്ളി സംസാരിച്ചു. അത് ആര്യനെ മാനസികമായിട്ടൊക്കെ ചിലപ്പോൾ വിഷമിപ്പിക്കുന്നതാണ്. എങ്കിലും പുള്ളിയും വേറെ ലെവലാണ്, അത് പിന്നാലെ പറയാം. അങ്ങനെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം നമുക്ക് ചൊറിയാൻ കണക്കിനാണ് അവിടെ നിൽക്കുന്നത്. ആൾക്കാരായിട്ട് ചൊറിയും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയം വേണ്ട. പുള്ളി കണക്ക് കൂട്ടി തന്നെ നിൽക്കുന്നത്. എല്ലാവരും ചൊറിഞ്ഞ് ആദ്യം നെഗറ്റീവ് ഉണ്ടാക്കുക, ഹേറ്റ് ഉണ്ടാക്കിയതിന് ശേഷം പതിയെ എല്ലാ സീസണുകളും പോലെ 50 ദിവസത്തിന് ശേഷം കയറി ടോപ്പ് ആവുക എന്നുള്ള കാര്യമാണ് പുള്ളിയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ. പിന്നെ ഉള്ളത് അനുമോൾ ഒരു ആക്ട്രസ്സാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആക്ട്രസ്സാണ്, നല്ലൊരു ഒരു ആക്ട്രസ് ഒക്കെ തന്നെയാണ്. ബി ഹൗസിൻ്റെ അകത്ത് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതും കണ്ടു തന്നെ വിലയിരുത്താൻ പറ്റുള്ളൂ. ഒരിക്കലും ക്യൂട്ട്നെസ്സും സൗന്ദര്യവും അതുപോലെ തന്നെ മറ്റുള്ള പല ഘടകങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ബിഗ് ബോസിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതുണ്ടെങ്കിലും അവർക്ക് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് യാതൊരു സംശയവും വേണ്ട. ചിലരൊക്കെ ആണെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ജാസ്മിൻ മൂസയുടെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരത്തി നിമിഷയാണോ പേര് തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ആ പുള്ളിക്കാരത്തി ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് കളിച്ച് കയറിയതാണ് കേട്ടോ. അതുപോലെ ചിലപ്പോൾ കയറിയേക്കാം. പിന്നെ ഉള്ളത് ആര്യൻ, ആക്ടർ ആൻഡ് മോഡൽ. പുള്ളിക്കാരൻ ബോംബെയിൽ എന്തോ ആണ്. പക്ഷേ
സത്യം പറഞ്ഞാൽ സ്മാർട്ടാണ് ആള്, ഭയങ്കര സ്മാർട്ടാണ്. ആ സ്മാർട്ട്നെസ് ഇനി അത് ഗെയിമിൽ ആ സ്മാർട്ട് അല്ല എങ്കിൽ ആ സ്മാർട്ട്നെസ് കൊണ്ട് വലിയ കാര്യം ഉണ്ടാവത്തില്ല. പക്ഷേ എങ്കിലും ഞാൻ ഉറപ്പിച്ച് പറയാം ആൾ സ്മാർട്ടാണ്. ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നുള്ള തോന്നിയേക്കാം. കാരണം ഉറപ്പായിട്ട് ഒരു ഫൈറ്റിനൊക്കെ ഉള്ള സാധ്യത ഉണ്ടെങ്കിൽ അവിടെ കയറി നിൽക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പൊക്കെ തോന്നുന്നു എനിക്ക്. നമ്മൾ കുറേ മുൻകാല സീസണുകൾ കണ്ട് മറ്റ് സീസണുകൾ കണ്ടതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ചിലപ്പോൾ ആവാം, ചിലപ്പോൾ നമുക്കറിയത്തില്ല മികച്ച വാഴകൾ ആരായിട്ട് മാറുമെന്ന്. ഭയങ്കരമായിട്ട് മീശയൊക്കെ മറന്ന് ഞാനിപ്പോൾ കാണിച്ച് തരളാ, അടുത്ത ദിവസം പോലും കയറിയിട്ട് കാണിച്ചിടാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊലച്ച വാഴകൾ പോലെ നിന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് അടുത്തത് കലാഭവൻ സരിക, 4ാമത് കയറുന്നത്. കലാഭവൻ സരിക നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോരുടെ എന്താണ് കോമഡി വേഷങ്ങൾ, പല തരത്തിലുള്ള വേഷങ്ങൾക്ക് ചില ആക്ട്രസ്സൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ഷർട്ടുമായിട്ടാണ് പോയിരിക്കുന്നത്. അത് ദിലീപ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ആ ഒരു ഇതൊക്കെ കാണിച്ചിട്ട് വളരെ സ്നേഹത്തോടുകൂടിയുള്ള ഒരു ദാമ്പത്യമൊക്കെ അടിപൊളിയായിട്ടൊക്കെ പോകുന്നു. അവിടെ പോയിട്ട് ഒരു വെടിക്കുള്ള പക്ഷിയും കൊണ്ടാണ് പുള്ളിക്കാരത്തി പോയിട്ടുള്ളത്. പുള്ളിക്കാരത്തിൻ്റെ സംസാരം കേട്ടപ്പോഴേക്കും എനിക്ക് തോന്നി. സോ അതുകൊണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു കണ്ടസ്റ്റൻസിൻ്റെ അകത്ത് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അവരും. സീരിയസ്ലി അവരെ ഒരു പ്രതീക്ഷ ഉള്ളതാണ്. തുടക്കത്തിൽ പറഞ്ഞതിനകത്ത് ബാക്കിയുള്ളവർ പ്രതീക്ഷയില്ലെന്നല്ല, എന്നാലും അനിമോളുടെ കാര്യമൊക്കെ നമുക്ക് നോക്കണം. ഓക്കെ, കണ്ടതിനറിയണം. പിന്നെ അടുത്തത് അക്ബർ ഖാനാണ്. അക്ബർ ഖാനാണെങ്കിൽ സിംഗറാണ്, നമുക്ക് അറിയാവുന്ന സിംഗറൊക്കെയാണ്. സോ അദ്ദേഹം എന്ത് ഗ്ലാമറാടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അതിനകത്ത് കയറിയിട്ട് ആരിനോട് ചോദിക്കുന്നുണ്ട്. അതൊരു സ്ട്രാറ്റജി ഒന്നുമല്ല, വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു സിംഗറാണ്, ഒരു കലാകാരനായതുകൊണ്ട് തന്നെ ആ കലാകാരൻ്റെ പുറത്തുള്ള പ്രതിച്ഛായ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പൂർണ്ണമായിട്ട് ഇറങ്ങി കളിക്കുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. പകരം പരമാവധി അവിടെ നിൽക്കാനുള്ള ശ്രമം നടത്താനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പിന്നെയുള്ള ആർ ജെ ബിൻസി ഒരു ആർ ജെ ആണ്. അപ്പോൾ അവരുടെ അച്ഛനുമായിട്ടുള്ള വളരെയധികം കണക്റ്റഡ് ആണ്. പിന്നെ ആ ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് അല്ലെങ്കിൽ ഇതിന് മുമ്പൊന്നും അറിയത്തില്ല. കളിച്ച് കയറി വരട്ടെ, നമുക്കപ്പം നോക്കാം. ചിലപ്പം നമ്മൾ അറിയാത്ത ആൾക്കാരൊക്കെയാണ് ബിബിയിനകത്ത് എപ്പോഴും ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒണിയിൽ സാബു, പുള്ളിക്കാരൻ നമ്മളെ ബൂംബ ചേട്ടൻ്റെ കൂടെ കണ്ടിട്ടുണ്ട് മുമ്പ്. അദ്ദേഹം നാട്ടിൽ വന്നപ്പോഴെന്തൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടായിരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി ബോയ് എന്നൊക്കെ പറഞ്ഞ. പിന്നെ നമ്മുടെ അശ്വന്ത് ഗോക്കിൻ്റെ ഏതിൻ്റെ ഫെസ്റ്റിവലിലെ എന്തോ സംഭവത്തിൻ്റെ അകത്ത് ഇതുപോലൊരു ഡിബേറ്റ് നടക്കുന്ന സമയത്തും അവിടെ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇദ്ദേഹം ചോദിച്ച ചോദ്യം വെറും ബ്ലണ്ടറായിരുന്നു. സംസാരത്തിൻ്റെ അകത്ത് ഒരു അരഗൻസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ലൈവായിട്ട് തന്നെ ഉണ്ടായിരുന്നു. സോ അദ്ദേഹം വള്ളി പിടിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് വള്ളി പിടിച്ച് അടി ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ പറഞ്ഞ ഒണിയിൽ സാബു. നമുക്കത് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എൻ്റെ ഒരു വിലയിരുത്തലാണ് കേട്ടോ. പിന്നെ ബിന്നി എന്ന് പറയുമ്പോഴേക്കും ഒരു ആക്ട്രസ്, അവരുടെ അഭിനയിച്ചിട്ടുള്ള ഈ സീരിയലൊന്നും കാണാത്തതുകൊണ്ട് തന്നെ എനിക്ക് അവരെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ആ സീരിയൽ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ പറയും എങ്ങനെയായിരിക്കുന്നു. പക്ഷേ അവരുടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നു. സോ അത് കണ്ടു തന്നെ മനസ്സിലാക്കാം. അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെയുള്ളത് അഭിശ്രീ എന്ന് പറയുന്നത് അഭിലാഷ് എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം. അദ്ദേഹത്തിനെ എനിക്ക് മുൻകാലങ്ങളിലെ ടിക്ടോക്ക് ഒക്കെ ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് ഒക്കെ ഉള്ള സമയത്ത് കണ്ടിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു ചെറുപ്പക്കാരനാണ്, നല്ല കലാകാരനാണ്, ഡാൻസറാണ്. അദ്ദേഹത്തിൻ്റെ വൈഫൊക്കെ ഡാൻസ് കളിക്കുന്നതാണ്. അപ്പോൾ സോ എന്തായിരുന്നാലും പുള്ളിക്കാരനിൽ നമുക്ക് പ്രതീക്ഷ വയ്ക്കാം. കാരണം പുള്ളിയുടെ മുൻകാല വീഡിയോസും പലതും ചില കോൺട്രവേഴ്സിക്ക് ചെറിയ കോൺട്രവേഴ്സിക്ക് വന്നിട്ടുണ്ട്. പുള്ളി വിട്ടുകൊടുക്കുന്ന ടൈപ്പല്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനോട് ചേർന്ന് ഒരു വഴക്കോ മറ്റുള്ള സംഭവങ്ങളോ ബി ഹൗസിനകത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വഴക്കിൽ ഈ പുള്ളിക്കാരൻ ആർഗ്യുമെൻ്റ് ലെവലിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കും. അതിന് യാതൊരു സംശയമില്ല. എനിക്ക് ഉറപ്പാണ് അക്കാര്യത്തിനകത്ത്. കണ്ടു തന്നെ അറിയാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എൻ്റെ ചിന്തയാണ്. പിന്നെ ഉള്ളത് റന ഫാത്തിമ. എന്താണ് ആ കുട്ടി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു കുട്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അത് സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ എന്നാണ് പറയുന്നത്. കുട്ടി പറയുന്നത് ആണെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് എന്നെ അറിയാവുന്നതാണ്. അപ്പം എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ അത്യാവശ്യം ഇതൊക്കെ ഉപയോഗിക്കുന്നെങ്കിലും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുള്ളവരെന്നെ കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാരണം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. കളിക്കട്ടെ, നോക്കി പറയാം. പിന്നെ മുൻഷി രഞ്ജിത്ത്, അദ്ദേഹം മുൻഷി എന്ന് പറഞ്ഞ ഒരു മഹത്തായ ഒരു പരമ്പര, അതിൻ്റെ അകത്തുനിന്ന് ഭാഗമായിട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം. ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് ഈ സമയത്ത് വന്നു. സ്വാഭാവികമായിട്ടും ഫെയിം എന്നുള്ളൊരു സംഭവം അദ്ദേഹത്തിന് അത്യാവശ്യത്തിൽ അധികം ഉണ്ട്. പിന്നെ ഇതിനകത്തേക്ക് എന്തിനു വന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ട് പ്രസക്തിയൊന്നുമില്ല. എന്തെങ്കിലും കാരണങ്ങൾ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി അതിനകത്ത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളവരും കാത്തിരുന്ന് കണ്ടു തന്നെ മനസ്സിലാക്കാം. അതിനപ്പുറത്തേക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഗിസേൽ മോഡലാണ്, മുംബൈയിൽ നിന്ന് വന്നിട്ടുള്ള പുള്ളിക്കാരത്തി. അവർ കാത്തിരുന്ന് കാണാം. അതിൽ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ശാരിക, ആങ്കർ. ഓക്കെ, ഹോട്ട് സീറ്റിൻ്റെ അകത്തൊക്കെ ഇരുത്തിയിട്ട് ആൾക്കാരെ വലിച്ചു കയറുന്ന രീതിയിലുള്ള പുള്ളിക്കാരത്തി അവിടെ പോയിട്ട്
ഞാൻ ഉറപ്പിച്ച് തന്നെ പറയാം, അങ്ങനെ വലിയൊരു സംഭവങ്ങളൊന്നും ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അവർ ഭയങ്കര ആർഗ്യുമെൻ്റൽ ലെവലിൽ നിന്നിട്ട് ഞാൻ പൊട്ടാസാവും മറ്റതാണ് മറിച്ചാണ്. ഇപ്പോൾ ഒരാൾ ഈ കുരയ്ക്കും പട്ടി കടിക്കത്തില്ലെന്നാണ് നമ്മൾ ഈ പറയിച്ചില്ലേ, ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയിട്ട് വന്ന സുഹൃത്തുക്കളും മറ്റുള്ള പല ആൾക്കാരും പറഞ്ഞൊരു കാര്യം ഞാൻ മനസ്സിലാക്കുക. അവിടെ സംയമനത്തോടു കൂടി ഈ ഗെയിം വാച്ച് ചെയ്തുകൊണ്ട് പതുക്കെ കയറി പോകുന്നവർ മാത്രമേ ആ ബിയുടെ ഗെയിമിലേക്ക് എത്തുള്ളൂ. അതർവൈസ് പോയി അടുത്ത ദിവസം വരെ പൊട്ടാസ് പടക്കം പോലെ പൊട്ടിച്ച് ഇപ്പം കാഴ്ച തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ നോക്കിക്കോ. ആദ്യമേ ഈ കണ്ട ജനങ്ങളല്ല, ഇത്രയും സീസണെ കണ്ട ആൾക്കാർക്ക് ഇവരും കണ്ടിട്ടുള്ളൂ എന്നുള്ള ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ പോയിട്ട് അടുത്ത ദിവസം പല്ലും കടിച്ച് മുറിച്ച് സംഭവമായിട്ട് ആദ്യമേ കയറി ഇങ്ങോട്ട് ഫയർ ആയി കഴിഞ്ഞിട്ട് അതിന് ഒരു സൈലന്റ് ആയിട്ടൊരു ലെവലുണ്ട്, ഒരു അപ്രോച്ച് ഉണ്ട്. ആ അപ്രോച്ചസിൻ്റെ അകത്ത് അവരുടെ ഗെയിം സ്ട്രാറ്റജി എത്രത്തോളം മൈൻഡ് ഗെയിം കളിക്കുന്നു അത്രത്തോളം അവിടെ നിലനിൽക്കാൻ പറ്റും. അല്ലാതെ മൈൻഡ് ഗെയിമും ജനങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ചുകൊണ്ട് മൈൻഡ് ഗെയിമും വെച്ചുകൊണ്ട് അവിടെ കളിക്കണം. അത് പല തരത്തിലാണ്. അല്ലാതെ അവിടെ കിടന്ന് അലമുറയിട്ട് അടി ഉണ്ടാക്കിയിട്ടൊന്നും വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം നിങ്ങൾ ചോദിക്കും നീ പോയി ഉണ്ടായി കാണിച്ചു തരുമെന്ന് ചോദിക്കും. പോകുന്നില്ല. അപ്പോൾ ശാരിക പുള്ളിക്കാരത്തിയുടെ സംഭവം, പുള്ളിക്കാരത്തിയുടെ കോൺഫിഡൻസിന് ഞാൻ വില കുറച്ച് കാണുന്നില്ല. മേ ബി ചിലപ്പോൾ കളിച്ചേക്കാം. അടുത്തെന്ന് വെച്ചാൽ ഷാനവാസാണ്. ഷാനു ഒരു പ്രതീക്ഷയുള്ള കണ്ടസ്റ്റൻ്റ് ആണ്. സീരിയസ്ലി ഞാൻ പറയാം, അദ്ദേഹം ഒരു സീരിയൽ സിനി ആക്ടർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുള്ള സംഭവമൊന്നുമല്ല. നമുക്ക് ചില ആൾക്കാരെ കാണുന്ന സമയത്ത് നമുക്ക് ബി ഇത്ര നാളെ കണ്ടതിൻ്റെ ഒരു അടിസ്ഥാനത്തിലും കൂടെ പറയുകയാണ്, ചിലരൊക്കെ കാണുമ്പോൾ തോന്നും. പക്ഷെ ഇങ്ങനെ തോന്നിയ ഒരു പണ്ട് ഞാൻ ഇങ്ങനെ ഒരു തോന്നൽ വന്നൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഒരു 6-6 അടി പൊക്കവും നല്ല തടിയും നല്ല ജിമ്മനും ഒക്കെയാണ്. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ആ സീസണിൻ്റെ കപ്പ് അടിച്ചുകൊണ്ട് പുറത്തിറങ്ങുമെന്ന് തോന്നിയ വ്യക്തി അവസാനം വരെ പല്ല് കടിച്ച് ഇങ്ങനെയൊക്കെ നിന്ന് സൈഡിൽ നിന്നിട്ട് ആഹാരം ഉണ്ടാക്കുന്നു, പാത്രം കഴുകുന്നു എന്നുള്ള രീതിയിലേക്ക് ബിബിക്കകത്തുണ്ടായിരുന്നു അവസാന നിമിഷം വരെ ഉണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് പോലും ആർക്കും ഓർമ്മയില്ല. കാരണം ആ സീസണിൻ്റെ അകത്ത് മറ്റൊരു വ്യക്തി അത് മൊത്തത്തിൽ അപ്പാടങ്ങ് തൂക്കിക്കൊണ്ട് പോയായിരുന്നു. പേരും അതൊന്നും ഞാൻ പറയുന്നില്ല. സോ അങ്ങനെ ഷാരിക നോക്കാം, ഷാനവാസ്, അപ്പോൾ ഷാരിക ഷാനവാസിൽ പ്രതീക്ഷ ഉണ്ട്. സീരിയസ്ലി പറയാം, പ്രതീക്ഷ ഉണ്ട്. അത് എങ്ങനെയാവും വരുമെന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ നെവിൻ ജോർജ്, ഒരു വ്യക്തിക്ക് ഒത്തിരി അധികം മൾട്ടി ടാലൻറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞു. ഒരു വ്യക്തിക്ക് ഒത്തിരി കഴിവുകളൊക്കെ കൊടുക്കാതെ ഒന്ന് തന്നെ കൊടുക്കണമെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു. ഒരു കലാകാരനാണ്. പിന്നെ പുള്ളിക്കാരനായിട്ടുള്ള കുറേ അധികം പൊളിറ്റിക്സ് പുള്ളിക്കാരന് പറയണം എന്നുള്ള സംഭവമൊക്കെ വെച്ചിട്ടാണ് പുള്ളി ബിയിലേക്ക് വന്നേക്കുന്നത്. സോ എന്തായിരുന്നാലും അത് കണ്ടു തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ പുള്ളിയുടെ പല ആക്ടിവിറ്റീസും കണ്ടതെല്ലാം അടിപൊളിയായിരുന്നു. ബാക്കി എന്താവും എന്നുള്ള കാര്യം, പിന്നെ നല്ല ശബ്ദം, പുള്ളിയുടെ സംസാരമൊക്കെ നല്ല രസമായിരുന്നു. കൊള്ളാം. ബാക്കി നോക്കാം. പിന്നെ ആദില നൂറ, നമുക്ക് സോഷ്യലി ഒരു സ്റ്റീരിയോ ടൈപ്പ്, അവർ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. സോഷ്യൽ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള പല കാര്യങ്ങളുടെയും ഒരു മാറ്റം വരുത്താൻ വേണ്ടിയുള്ള സംഭവമാണ്. ബിബിക്കകത്ത് പോയിട്ട് ഇതുപോലെ പണ്ട് ഒരു ലെസ്ബിയൻ കപ്പിളാണ്. പണ്ട് നമുക്ക് ബിബിക്കകത്ത് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ്, ആ കണ്ടസ്റ്റന്റിന് പുറത്തൊരു അഫെയർ ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഈ ബിബി കഴിഞ്ഞ് പോകുമ്പോഴേക്കും ആ അഫെയർ വേറെ വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ ഇവരുടെ കാര്യത്തിൻ്റെ അകത്ത് ഇവർ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം ഈ മറ്റേ കുട്ടിയുടെ ഇപ്പം നൂറ എന്ന് പറയുന്ന കുട്ടിയുടെയൊക്കെ ഫാമിലിയൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി വിളിച്ചുകൊണ്ട് പോകാനൊക്കെ ശ്രമിച്ചിട്ടും അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. ആ ബന്ധം ഈ ബിഗ് ബോസ് കാരണം വേറെ ഒരു തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കട്ടെ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഉള്ളത് 17ാമത് വന്നിട്ടുള്ള അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ്. ഇവർ ഏതൊരു അവാർഡ് എന്തോ കിട്ടാനുള്ള സംഭവത്തിൻ്റെ അകത്ത് ഇവർ മത്സരിച്ചിട്ട് ഇവർക്ക് എന്തോ ഫസ്റ്റ് കിട്ടില്ലെന്നോ അതിനകത്ത് എന്തോ ഇത് കാണിച്ചെന്നോ ഒക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി, അമ്മയും മോളും കൂടെ വലിയ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയോ. സോ അങ്ങനെ ഒരു തരത്തിലുള്ള സംഭവമാണ്. ആർട്ടിസ്റ്റാണ്, സീരിയലൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം അവരുടെയാണ് സംഭവം. എന്തൊരു ലാലേട്ടൻ വന്ന സമയത്ത് സത്യമായിട്ട് ഞാൻ പറയും ക്രിഞ്ചടിച്ചു പോയിടുക. അത് ഞാനിങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ലാലേട്ടനും അത് കണ്ടുകൊണ്ടിരുന്ന അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥയാണ് ഞാൻ അറിയിക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ മുഖം മാറ്റിക്കാണ്. നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിൽ ഇതുണ്ടല്ലോ മറ്റേ ഒരു ഇങ്ങനെ ചിരിക്കുന്നില്ലേ, അതുപോലത്തെ സംഭവം. സോ അത് കാത്തിരുന്ന് കാണാം ഇനി അവരെന്താണ് അവിടെ ചെന്ന് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ക്രിഞ്ചടിച്ചു എനിക്ക്. അടുത്തത് 18ാമത് വന്നത് പേര് സുധിയേട്ടാ ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ട് രേണു സുധിയാണ് അവിടെ ആലോചിച്ചത്. രേണു സുധിയുടെ കാര്യത്തിൻ്റെ അകത്ത് എല്ലാവർക്കും പ്രൊഡിഷൻ ലിസ്റ്റ് വന്നപ്പോഴും ഒക്കെ എന്നറിയാം. കാരണം ഞാൻ ഇവരുടെ ഈ വീഡിയോയുടെ വിവാദങ്ങൾ തുടങ്ങിയ സമയത്തിട്ട ആ തുടക്കത്തിലുള്ള വീഡിയോസ് തന്നെ ഇവർ ബിബിക്കകത്ത് വരാനുള്ള കളികളായിരിക്കാം ഇത്. അതുപോലെ തന്നെ ശാരീരികയുടെ കാര്യത്തിനകത്ത് എനിക്ക് അന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു, പറഞ്ഞിരുന്നു. സോ എന്തായിരുന്നാലും അവരൊക്കെ ബിബിയിലേക്ക് എത്തി. സോ രേണു സുധി ആഗ്രഹിച്ചതുപോലെ സുധിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതുവരെ പുറത്ത് കളിച്ച കളി രേണു സുധി ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയി കളിക്കുകയാണെങ്കിൽ രേണു സുധി പൂർണ്ണമായിട്ടും അതിനകത്ത് നിന്ന് പുറത്ത് ആൾക്കാരുടെ വെറുപ്പ് വലിച്ചു കൂട്ടും. ഇനി അതല്ല, നമുക്ക് ഒരു ഗെയിമറായിട്ട് തന്നെ കാണാം. എന്തായാലും ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് നിൽക്കുന്നത് ഒരു ഗെയിമറാണല്ലോ. അപ്പം ആ ഗെയിമറിനെ തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രാറ്റജിയോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അതായത്
ആരെയും നാക്കുകൊണ്ട് അടിച്ച് വീഴ്ത്താമെന്നുള്ളതല്ല ബിഗ് ബോസ്. അവിടെ പോയിട്ട് ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യമാണ്. അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ നിൽക്കണം എന്നുള്ള കാര്യം, അത് രേണുസുതി എത്രത്തോളം മുന്നോട്ട് പോകത്തില്ല എന്നുള്ള കാര്യം ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അവർ എന്തായിരുന്നാലും അവർ കുറച്ച് ഒരു അസറ്റ് തന്നെയാണ് കുറച്ച് നാളത്തേക്കെങ്കിലും ബിഗ് ബോസിന്. അത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇതിനകത്തുള്ള പല ആൾക്കാരും കയറി മുകളിലോട്ട് വരികയും ചെയ്യും. അപ്പോഴും രേണുസുതിയുടെ ശോഭ കെട്ടിട്ടില്ല എങ്കിൽ രേണുസുതി അവിടെ നിലനിൽക്കും. അതർവൈസ് രേണുസുതി കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് അവിടെ നിന്ന് വെറുപ്പിക്കുകയാണെങ്കിൽ ആൾക്കാർ രേണുസുതിയെ പുറത്തേക്ക് വിടുകയും ചെയ്യും. ഇതിനകത്തുള്ള ഒരു 5-6 പേരെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് കളിച്ച് തുടക്കത്തിലേ തുടങ്ങി ആൾക്കാർക്ക് മനസ്സിലേക്ക് ഇടം നേടുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ രേണുസുതിക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല. രേണുസുതിക്ക് അപ്പം തന്നെ പുറത്താവും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അവരുടെ എന്തെങ്കിലും സ്ട്രാറ്റജി വെച്ച് കളിച്ച് ബുദ്ധിപരമായി നീങ്ങിയിട്ടില്ല എങ്കിൽ രേണുസുതിക്കൊന്നും ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് ഒരു നിലനിൽപ്പ് ഉണ്ടാവത്തില്ല. അത് എന്ത് ഇമോഷനും സെന്റിമെന്റ്സും അവിടെ പറഞ്ഞിട്ടാണെങ്കിൽ രേണുസുതിക്ക് ഇനി പുറത്ത് പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് സെന്റിമെന്റ്സ് ഇമോഷൻസ് ഒന്നും BB ഹൗസിൻ്റെ അകത്ത് ഇനി പറയാനില്ല. അപ്പോൾ ഇനി അവിടെ പറയാനുള്ള കാര്യം, ഇനി ലൈഫിൻ്റെ അകത്തുള്ള കാര്യത്തിൻ്റെ അകത്ത് ഇൻസിഡൻസും ട്രാജഡീസും മറ്റുള്ള കാര്യങ്ങൾ ഇതുവരെ പറയാത്തതുള്ളത് പറയണം. അങ്ങനെ വരുവാണെങ്കിൽ ആ ഒരു കാര്യം പുറത്ത് ചർച്ചയാവും. ഇതുവരെയുള്ള അവരുടെ കാര്യങ്ങളുമായിട്ട് സംസാരിച്ച് പുറത്ത് വിവാദം ഉണ്ടായ ആൾക്കാർ മറുപടികൾ പുറത്ത് പറയും. അപ്പോൾ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഈ വരുന്ന വിഷയം അത് പലതരത്തിൽ നിൽക്കും. ഓക്കെ, അതുകൊണ്ട് കാത്തിരുന്ന് തന്നെ കാണാം. അകത്ത് രേണുസുതിയുടെ വിഷയം അകത്തും പുറത്തും ഭയങ്കര ഡിസ്കഷൻ വരാൻ സാധ്യതയുള്ള വിഷയമാണ്. പിന്നെ ഉള്ളത് അപ്പാനി ശരത്താണ്, ആക്ടറാണ്. അദ്ദേഹവും അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പാനി ശരത്ത് ഈ പറഞ്ഞ കണക്കിന് അപ്പാനി ശരത്തും എന്ത് ചെയ്യുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. എനിക്ക് അത് അധികം ഒരു 50-50 ചാൻസ് മാത്രമാണ്. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ വലിയ ഒരു പ്രതീക്ഷ, ഞാൻ വ്യക്തിപരമായാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഐ എം നോട്ട് എ റിവ്യൂവർ, ഐ എം എ വ്യൂവർ. ഞാൻ വ്യൂവറിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രമാണ് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഒന്നുകൂടെ ആൾക്കാരുടെ പേര് നോക്കിയിട്ട് പറയാം. അനീഷ് എന്തായാലും അവിടെ കിടന്ന് പോരാടാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന് തയ്യാറായിട്ട് വന്നിരിക്കുന്ന ഒരാളാണ്. അനിമോൾ എനിക്കൊരു വലിയൊരു 50-50 ചാൻസസ് പറയാം, അങ്ങനെ പറയുന്നുള്ളൂ. ആക്ടർ ആര്യൻ ആക്ടറിൻ്റെ പ്രതീക്ഷ ഉള്ള ഒരാളാണ്. പിന്നെ കലാപൻ ശരിക പ്രതീക്ഷ ഉള്ള ഒരാളാണ്. അക്ബർ ഖാൻ പ്രതീക്ഷ ഉള്ള ഒരാളാണ്. RJ വിൻസി 50-50 ചാൻസ്, എനിക്ക് അറിയത്തില്ല. ഒനീൽ സാബു 100% അവിടെ കളിക്കാൻ വന്ന ഒരാളാണ്. ബിന്നി അതും 50-50 ചാൻസ്, എനിക്ക് അറിയത്തില്ല. അഭിശ്രീ 100% ചാൻസ് ഉള്ള ഒരാളാണ്. റന ഫാത്തിമ 50-50 ചാൻസ് എൻ്റെ കണക്കൂട്ടൽ. അടുത്ത് മുൻഷി രഞ്ജിത്ത് 50-50 ചാൻസ്. പിന്നെ ഗിസൈൽ 50-50 ചാൻസ്. ഷാരിക മേ ബി 50-50 അല്ല, മോർ ദാൻ 50. ഓക്കെ, അത് പറയാം. ഷാനവാസ് 100% ഉറപ്പുള്ള ഒരാളാണ്. പിന്നെ നെവിൻ ജോർജ് നമുക്കൊരു 50-50 കൊടുക്കാം. പിന്നെ ആദില 100% അവർ ഉറപ്പായിട്ടും അവിടെ നിൽക്കാനുള്ള ഒരു ഇതൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്, അവിടെ നിൽക്കും. അതുപോലെ തന്നെ അപ്പം നോക്കാം കേട്ടോ. പിന്നെ അഡ്വക്കേറ്റ് ഷാജിദ 50 എന്ന് പറയാം. ഞാൻ അവിടെ തളർത്തുന്നതല്ല, എനിക്ക് എൻ്റെ ഇതിനകത്ത് രേണുസുതി എബോ 50 ആണ്. ബാക്കി കണ്ടറിയാം, ഒരു സ്ട്രാറ്റജി വരട്ടെ എന്നിട്ട് പറയാം. പിന്നെ അപ്പാനി ശരത്തും ഒരു 50-50 ചാൻസ്, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം. കാരണം ഇനി ഒരു 1-2 വീക്സ് വരെ ഇത് കളി കണ്ടിട്ട് നമുക്കൊരിക്കലും ഇത് പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോഴും തുറന്ന് പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ഞാനൊരു ബയാസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും പക്ഷം പിടിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ ദയവായി എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതിൽ എവിടേക്കാണ് ഞാൻ ഈ പറയുന്നതിനകത്ത് എവിടെയെങ്കിലും ഒരാളുടെ ബയാസ്ഡ് ആയിട്ട് പോകുന്നുവെങ്കിൽ നിങ്ങളത് വിമർശനം മാന്യമായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. ഇനി തെറി വിളിച്ചാലേ അത് പറയാൻ പറ്റുമെങ്കിൽ തെറി വിളിച്ചും പറയുക, കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ തിരുത്താൻ കണക്കാക്കിയിട്ടാണ് ഈ സീസണിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. റിവ്യൂ അല്ല, വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരു കാരണവശാലും എന്തെങ്കിലും ആരെങ്കിലും ഭയങ്കരമായിട്ട് പിടിച്ച് കൊന്നുകൊല വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വലിച്ചു കീറുക എന്ന് നിങ്ങൾ മുൻകാലത്ത് എന്നെക്കുറിച്ച് പറഞ്ഞ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടോ ആവാതിരിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. പിന്നെ ഗെയിമിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഒരു ലിറ്റിൽ ബിറ്റ് ഒരു റോസ്റ്റിംഗ് ലെവലിലേക്ക് തന്നെ വരും. അത് ഗെയിമാണ്, നോട്ട് അറ്റ് ഓൾ ആ പേഴ്സണെ അല്ല, ആ വ്യക്തി അവിടെ നിന്ന് കളിക്കുന്ന കണ്ടസ്റ്റൻറ്റ് ആ കളിക്കുന്ന കളികളുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും. ഓരോ വീക്കിലും ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പോൾ ഓരോ വീക്കിലും കളിച്ചിട്ടുള്ള വീക്കിലും നോക്കുമ്പോൾ എവിക്ഷൻ ടൈമിലും അതുവരെ കളിച്ചിട്ടുള്ള കാര്യത്തിൻ്റെ അകത്ത് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നോടും കമൻറ്റ് ബോക്സിൽ നിങ്ങളും പറയുക. പിന്നെ ബാക്കിയുള്ളതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ മൊത്തത്തിൽ കണ്ടസ്റ്റൻസിൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോഴേക്കും ഏതാണ്ട് പ്രഡിഷൻ ലിസ്റ്റുകളിലൊക്കെ വന്ന മെജോറിറ്റി ആൾക്കാരും വന്നിട്ടുണ്ട്. എന്നാൽ ഇത് കൊഴുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. പലർക്കും തോന്നും ഈ സീസൺ പൊളിഞ്ഞുപോയി എന്നൊക്കെ പറയും. എല്ലാ സീസണുകളെയും ആൾക്കാർ അഡ്രസ്സ് ചെയ്യുന്നത്, എല്ലാ സീസണെയും കമ്പയർ ചെയ്യുന്ന സീസൺ 4 വെച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഒരു കൾട്ട് സീസണായിട്ടൊക്കെ മാറാൻ സാധ്യതയുള്ള ഒരു സീസണായിട്ട് മാറും. സീസൺ 4 തന്നെയാണ് എല്ലാത്തിനെയും വെച്ച് കമ്പാരിസൺ നടത്തുന്നത്. സീസൺ 1 പോലുമല്ല, സീസൺ 4 വെച്ചിട്ടാണ് എപ്പോഴും കമ്പാരിസൺ വരുന്നത്. സോ അതിന് അത്രത്തോളം ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട്. അതിനകത്തുള്ള ഓരോ കണ്ടസ്റ്റൻസിനും ഫാൻ ബേസ് ഉണ്ട്. ഇന്നും അത് തളരാതെ തന്നെ ആ ഫാൻ ബേസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ആൾക്കാർ മനസ്സിനകത്തത് സീസൺ 4 വെച്ചാണ് മറ്റ് സീസണെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കാട്ടിലും കവച്ചു വയ്ക്കുന്ന തരത്തിലേക്കുള്ള സംഭവങ്ങൾ ഇതിനകത്ത് വരാതിരിക്കാം. രണ്ട് സംഭവിക്കാം, കവച്ചു വയ്ക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ പിന്നെ. പക്ഷേ എന്തെങ്കിലും തരത്തിലൊരു മാറ്റം ഈ മുൻകാല സീസൺ, ഇപ്പോൾ ലാസ്റ്റ് 2 സീസൺ
അഖിൽമാരാരുടെ സീസൺ ആണെങ്കിൽ സീസൺ 5ൻ്റെ അകത്താണെങ്കിൽ ഒരു ഒറ്റയാൾ തേരോട്ടമായിരുന്നു. ഓപ്പോസിഷൻ എന്നുള്ള സംഭവം വളരെ വീക്കായിരുന്നു. ഇനി കഴിഞ്ഞ സീസണകത്താണെങ്കിൽ ഒരു വീക്ക് സീസൺ എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിനകത്ത് വേറെ പ്രത്യേകിച്ചിട്ടൊന്നും എടുത്തു പറയുന്ന വലിയ സംഭവം ഇല്ലാത്തതുകൊണ്ട് അവിടെ ജിൻഡോ എന്നുള്ളൊരു വ്യക്തി കയറി വന്നു എന്നുള്ളത് മാത്രമല്ലാതെ അതിനകത്തും ഒരു വ്യക്തത ഉള്ള സംഭവമൊന്നുമില്ല. ഫൈനലിന് തൊട്ട് മുമ്പ് മാത്രമാണ് ചില അലയൊലികളൊക്കെ വന്നിട്ടുള്ളത്. തുടക്കത്തിൽ മുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനും പറ്റും. അപ്പോൾ അതിന് മുൻപുള്ള സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ 4 ആണ്. അപ്പം സീസൺ 4, 5, 6, 7. അപ്പോൾ 4ന് മുമ്പുള്ള സീസൺ 3, അതിൽ മണിക്കുട്ടൻ. അടുത്ത സീസൺ 2 രജിത് സാറ്. അതിന് മുമ്പ് സീസൺ 1 അതിൽ നമ്മുടെ എന്താ പറയുക സാബുമൻ. അപ്പം ഇങ്ങനെ വരും. സീസൺ 4ഉം അതിന് ശേഷവും ഒക്കെ അതിന് മുമ്പ് എന്നുള്ള രീതിയിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കാം. കാരണം ഇവിടെ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ഈ തുടങ്ങിയ സംഭവത്തിൻ്റെ അകത്ത് എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഞാനൊരു കാര്യം പറയാം. ഈ സീസൺ കസറാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് വളരെയധികം മുന്നോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ഒരു ഉറക്കം തൂങ്ങി സീസൺ ആവാതിരിക്കാനുള്ള പണിപ്പൂരി അടക്കം ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഓവറോൾ ചെയ്തിട്ടുണ്ട്. ഇനി അത് വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ കണ്ടു തന്നെ അറിയണം. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതൊക്കെ ഇന്ന് കണ്ടിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ. ഇന്ന വ്യക്തി കൊള്ളാം, അതിനകത്ത് ഇയാൾ വിന്നറാകുമെന്നോ അയാൾ മുന്നോട്ട് പോകുമെന്നോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ കണ്ടസ്റ്റൻസിൽ ആരെയൊക്കെയാണ് ഇന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുക ഗൈസ്. ബൈ.